ഇതിന്റെ പുറത്ത് വൈനിന്റെ ഗ്ലാസ് ഉണ്ട്, അംബർല ഉണ്ട്, പിന്നെ ഒരു അമ്പുണ്ട്. പക്ഷെ അതൊന്നുമില്ല ഇതിന്റെ അകത്തുള്ള സാധനം. അതിന്റെ അകത്തുള്ള സാധനം തന്നെ ഞാൻ കാണിച്ചത്. സെക്കൻഡ് ഹാൻഡ് ആണ്, ബട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഐ എം സോ എക്സൈറ്റഡ്. സത്യം പറയുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി, കുറച്ചുകൂടി ക്ലാരിറ്റി എടുക്കണമെന്നൊക്കെ പറയാൻ തുടങ്ങിയതുകൊണ്ട് മാത്രം ഞാനിത് വാങ്ങിച്ചതാണ്. അല്ലാതെ എനിക്ക് ഇങ്ങനെയുള്ള യാതൊരു സാധനത്തോടും യാതൊരു താല്പര്യവും അന്നും ഇന്നും തോന്നാത്ത ഒരാളാണ്. സെക്കൻഡ് ഹാൻഡ് ആയത് ഞാൻ അങ്ങേയറ്റം സന്തോഷവാനാണ്. 3 days later. കൊഞ്ചം പണി കിട്ടി ഗൈസ്. ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടി ഇതും പൊക്കി പിടിച്ചുകൊണ്ട് മൊബൈൽ ഷോപ്പിലോട്ട് പോയി. ഞങ്ങൾക്ക് ഇതിന്റെ ABCD അറിയാത്തതുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാലോ. ഈ ഫോണിന്റെ പേര് അവർ iPhone 11 എന്തോ അതിൻ്റെ അപ്പുറത്ത് വേറെ എന്തോ ഉണ്ട്, പ്രോയോ മാക്സോ അങ്ങനെ എന്തോ. മാക്സ് ആണോ ഫിസിക്സ് ആണോ എന്നൊന്നും അറിയില്ല. പക്ഷേ എൻ്റെ വയറ് നിറച്ച് എനിക്ക് കിട്ടി സമാധാനം. അവർ പറയുന്നു ഐഫോണിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് 11 ഇതിൽ ഗൂഗിൾ പേ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന്. മാത്രമല്ല ഇതിന്റെ ബാറ്ററി ലൈഫ് 73% ആണ്. അപ്പോൾ അധിക കാലം ഒന്നും നിങ്ങൾ ഇതുകൊണ്ട് സുഖിക്കാമെന്നൊന്നും വിചാരിക്കണം. നെറ്റ് യൂസ് ചെയ്യും തോറും ഇതിന്റെ ഈ ബാറ്ററി ലൈഫ് കുറഞ്ഞ് താഴോട്ട് വരും. അത്ര കേട്ടപ്പോൾ തന്നെ എൻ്റെ ഇവിടെ ഒരു വല്ലാത്തൊരു വേദന അനുഭവപ്പെടാൻ തുടങ്ങിയിരുന്നു. പിന്നെ അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു മതി നിർത്തുന്നത്, എനിക്ക് എൻ്റെ വേറെ നിറഞ്ഞ് ഞാൻ പോകും. മൊബൈലും കൊണ്ട് അങ്ങോട്ട് പോയപ്പോൾ അടിയും പാടിയും തിരിച്ചു വന്നത് എന്റെ ഭഗവതിയെ